ഹലോ ഗൈസ്, ഇന്ന് രാവിലെ എണീറ്റ് തന്നെ ഭയങ്കര തട്ടലും മുട്ടലും കേട്ടിട്ടാ. എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി പോയി നോക്കിയപ്പോൾ അപ്പുറത്തെ റൂമിൽ എന്തോ പണി നടക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ട്. അങ്ങനെ ഒരു ഏകദേശം 9 മണിക്ക് എണീക്കേണ്ട ഞാൻ ഇന്നേരം 8 മണിക്ക് എണീറ്റു. സാധാരണ 9 മണിക്ക് എണീക്കുമ്പോൾ ഒരു 10 മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം റെഡി ആവാറുണ്ട്. ഏട്ടൊരു 10:15 പോകാറുള്ളൂ. അങ്ങനെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് നേരെ ചെന്ന അടുക്കളയ്ക്കാണ്. നമ്മുടെ മാവ് അരച്ച് വെച്ച് പൊന്തിക്കണമെന്ന് അറിയണം. കാരണം ഇത് നമുക്ക് മസാല ദോശയാണ്. മസാല ദോശ, നെയ് റോസ്റ്റ്, ഇഡ്ഡലി, ഉഴുന്നുവട, അങ്ങനെ ഉഴുന്നിൻ്റെ എല്ലാ ഐറ്റംസും എനിക്ക് ഭയങ്കര ഇഷ്ടം. കല്ലൂന് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. അവൾക്കൊണ്ട് ഞാൻ എല്ലാം തീറ്റിക്കും. ഏട്ടന് വലിയ താല്പര്യമില്ല. ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ ഇഷ്ടമുണ്ട്, ഇഷ്ടമല്ലേ ചോദിച്ചാൽ ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു ഇഷ്ടമുണ്ടല്ലോ. കൂടുതൽ ഈ പത്തിരി, നൂൽപ്പുട്ട് അങ്ങനത്തെ ഐറ്റംസിനോടൊക്കെയാണ് കൂടുതൽ താല്പര്യം. എൻ്റെ വീട്ടിലായാലും ഈ ഉഴുന്നിൻ്റെ ഐറ്റംസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾ ഞാനാണ്. ഡെയിലി ദോശ ഉണ്ടാക്കി തന്നാൽ ഞാൻ ഡെയിലി തിന്നും. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക്. പിന്നെ ഈ മസാലയുടെ റെസിപ്പി വേറെ ആരതുമല്ല, എൻ്റെ അമ്മൻ്റെ റെസിപ്പിയാണ്. എൻ്റെ അമ്മ, മേമ, വല്യമ്മയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യൂട്ടാ. പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാ മക്കളും അങ്ങനെ തന്നെ ആവില്ല. അമ്മമാരുടെ അടുത്ത് നിന്നാവില്ല എല്ലാം പഠിക്കാം. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാനത് പഠിച്ചത്. പിന്നെ നോർമലി ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ വെക്കാറുണ്ട്. പക്ഷേ സാമ്പാർ വെക്കാൻ ഞാൻ എൻ്റെ വെണ്ടയ്ക്ക കൊണ്ടുവരാൻ പറയാൻ മറന്നുപോയി. ഞാൻ പിന്നെ പറയാത്തത് കൊണ്ടാണ് കൊണ്ടുവരാത്തത്, അതുകൊണ്ടാണ് വെക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഞാൻ ഇതൊരു ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഈ ചമ്മന്തിയുടെ റെസിപ്പി എൻ്റെ അമ്മയുടേതല്ല, ഏട്ടൻ്റെ അമ്മയുടേതാണ്. ഏട്ടൻ്റെ അമ്മ അത് അവിടെ എപ്പോൾ ഇഡ്ഡലി സാമ്പാറും അല്ലെങ്കിൽ ദോശ സാമ്പാറും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കുന്നതാണ് ഈ ചമ്മന്തി. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അങ്ങനെ ചമ്മന്തി അരക്കലൊക്കെ കഴിഞ്ഞു. ഇടയ്ക്ക് മിക്സി ചെറുതായിട്ടൊരു പണി വരും. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് വേഗം ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചു. പിന്നെ ഞാനിവിടെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കി ഈ ഒരൊറ്റ പാത്രത്തിലാട്ടാ. ഈ ഒരു പാത്രം ഞാനിവിടെ വന്നതിന് ശേഷം പി എം മാൾ പോയിട്ട് വാങ്ങിച്ച പാത്രമാണ്. ഇതിൽ ഞാൻ ബിരിയാണി, നെയ്ച്ചോറ്, അതുപോലെ ഓംലേറ്റ്, ഉപ്പേരി, പപ്പടം കാച്ചൽ, സൂപ്പ് ഉണ്ടാക്കൽ ഒക്കെ ഞാൻ അതിലാണ് ചെയ്യുക. പിന്നെ ഞങ്ങൾക്ക് 3 പേർക്ക് ബിരിയാണിയൊക്കെ വെക്കാൻ കറക്റ്റ് അളവ് ഈ പാത്രം കേട്ടോ. നല്ല പാത്രം. അതിനായിട്ടുള്ള ഏട്ടൻ പോയിട്ട് പാലൊക്കെ മേടിച്ചുകൊണ്ടു. രാവിലെ ഡെയിലി കാപ്പിയാണ് കുടിക്കാറ്. കല്ല് ഭയങ്കര കാപ്പീൻ്റെ അഡിക്റ്റ് ആട്ടോ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ കുറച്ചായിട്ട് കാപ്പി കൊടുക്കാറില്ല. ലിറ്റിൽ ജോയുടെ ആ ന്യൂട്രിമിക്സിൻ്റെ പൗഡർ ഉണ്ടല്ലോ, ആ പൗഡറാണ് ഞാൻ പാലിൽ കലക്കിയിട്ട് കൊടുക്കാറ്. കാരണം അവൾ ഈ റാഗി അങ്ങനത്തെ ഒന്നും തീരെ കഴിക്കില്ല, അത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഇതിലാണെങ്കിൽ റാഗി, ബാജ്ര, അതുപോലെ തന്നെ ആൽമണ്ട്, പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് മറ്റേ ശർക്കര, അതുപോലെ തന്നെ ഡേറ്റ്സിൻ്റെ പൗഡറൊക്കെ ഉള്ളത്. അപ്പോൾ അത് കുടിക്കുന്നുണ്ട് ആൾ, വലിയ കുഴപ്പമില്ലാതെ കുടിക്കുന്നുണ്ട്. കല്ലു ഇതുവരെ നീച്ചിട്ടില്ല. കല്ലു രാത്രി നല്ല ലേറ്റായിട്ട് ഉറങ്ങാറ്. അപ്പോൾ പിന്നെ രാവിലെ ഏകദേശം 11 മണി 11:30 ആകുമ്പോൾ നീക്കുള്ളൂ അവൾ. ഈ ശീലങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വന്ന ശേഷം തുടങ്ങിയതാണ്. ഇവിടെ പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ, റൂമിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ, ചിലപ്പോൾ അതുകൊണ്ടാവും. സമയം ഇപ്പോൾ ഏകദേശം 10:15 ആയിട്ടുണ്ട്. ഏട്ടൻ പോകാൻ വേണ്ടി മാറ്റി നിൽക്കുകയാണ്. ദോശയൊക്കെ ചുട്ടു. സത്യം പറഞ്ഞാൽ ഒരു സാമ്പാറിൻ്റെ കുറവുണ്ട്, അല്ലെങ്കിൽ ഒരു ചട്നിയെങ്കിലും വേണമായിരുന്നു. എന്താ ചെയ്യുക, ഇനി അടുത്താണ് നമുക്ക് സെറ്റാക്കുക.